إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാവാരിധിയും സ്നേഹവാത്സല്യ നിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ മനുഷ്യർക്കിടയിൽ പലതരത്തിലുമുള്ള പദവികൾ ഈ ദുനിയാവിലുണ്ട്. മനുഷ്യന്റെ ബുദ്ധിശക്തി കൊണ്ട്, അവന്റെ സാമ്പത്തിക ശക്തി കൊണ്ട് മനുഷ്യൻ നേടിയെടുത്ത പദവികൾ വർണ്ണിക്കാനാവാത്ത വിധം ഗംഭീരമാണ്. അവന്റെ പഠനത്തിന്റെ വിഷയത്തിൽ, മറ്റുള്ള ഭരണഘടനയുടെ വിഷയത്തിൽ, അങ്ങനെ തുടങ്ങി മനുഷ്യന് ദുനിയാവിൽ മനുഷ്യർക്കിടയിൽ തന്നെ ഒരുപാട് പദവികൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. എന്നാൽ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് നൽകുന്ന അവരുടെ കാഴ്ചപ്പാടിൽ ആരാണ് യഥാർത്ഥത്തിൽ ഉത്തമർ?
ആരാണ് യഥാർത്ഥത്തിൽ ഉന്നതരായ പദവികൾ അലങ്കരിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അധ്യാപനങ്ങളിലുടനീളം നമുക്ക് കാണാം. പല ഹദീസുകളിലും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ എന്ന് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും വന്നതായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അല്ലാഹുവും അവന്റെ റസൂലും അവരുടെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ ഉത്തമനാകുന്ന 5 വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ആ 5 കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കുവാനും ജീവിതത്തിൽ കൊണ്ടു നടക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഒന്നാമത്തേത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നമുക്ക് കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. ഒന്നാമത്തേത് ഖുർആനാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അവരാണ് ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഖുർആനിനേക്കാൾ വലുത് നമുക്കൊന്ന് കിട്ടുവാനില്ല. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഇന്ന അഫ്ളലകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. ഇന്ന അഫ്ളലകും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. അവിടെയും പറഞ്ഞത് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ, ഏറ്റവും ഖൈറായ ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 2 ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നാം ആലോചിക്കേണ്ടത് ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ഖൈറുള്ളവരാണ്, ഖുർആനിന്റെ വിഷയത്തിൽ നാം എത്രമാത്രം ഉത്തമരാണ്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, വനദിംതു അലാ തളയീഇ അക്സരി ഔഖാതി ഫീ ഗൈരി മആനിൽ ഖുർആൻ. വനദിംതു, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ ഖേദിക്കുന്നത്, ഞാൻ ഏറ്റവും അധികം എന്റെ ജീവിതത്തിൽ ഖേദിക്കുന്നത് ഒരുപാട് സമയം എന്റെ ജീവിതത്തിൽ ഞാൻ പാഴാക്കി കളഞ്ഞു. എങ്ങനെ? ഖുർആനിന്റെ ആശയത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സമയങ്ങൾ, ഖുർആൻ എനിക്ക് പഠിക്കാവുന്ന, ആ ഖുർആൻ പാരായണം ചെയ്യാവുന്ന ഒരുപാട് സമയം എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പാഴാക്കി കളഞ്ഞു. വനദിംതു, അതാണ് ഏറ്റവും വലിയ ഖേദമായി എനിക്ക് തോന്നുന്നത് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖുർആൻ ഓതുന്ന ആ ഉത്തമരായ ആളുകളിൽ നാം എത്തിപ്പെടണമെങ്കിൽ ദിവസവും നമുക്ക് ഖുർആൻ ഓതുവാൻ സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. സലഫുകളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവരുടെ വീടുകളിൽ സംസാരത്തെക്കാൾ കൂടുതൽ ഖുർആനിന്റെ ആയത്തുകളായിരുന്നു പുറത്തേക്ക് കേട്ടിരുന്നത് എന്ന് നമുക്ക് കാണാം. ആ വിഷയത്തിൽ നമ്മൾ എവിടെയാണ്? നമ്മളൊന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ എത്ര ദിവസമായി ഖുർആനിൽ നിന്ന് ഒരായത്ത് നാം ആത്മാർത്ഥമായി ഖുർആൻ എടുത്ത് ഒന്ന് ഓതിയിട്ട്, നമസ്കാരത്തിൽ നാം ഓതുന്ന ചെറിയ സൂറത്തുകളല്ല, മറിച്ച് ഖുർആൻ ഒന്ന് എടുത്തുകൊണ്ട് എത്ര നാളുകളായി, എത്ര ദിവസമായി, എത്ര ആഴ്ചകളായി, എത്ര മാസങ്ങളായി അതൊന്ന് നമ്മൾ പാരായണം ചെയ്തിട്ട്
റമദാൻ കഴിഞ്ഞു, അതോടുകൂടി ഖുർആൻ ഇല്ല എന്ന ഒരവസ്ഥയാണോ നമുക്കുള്ളത്? ഇന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. അതുപയോഗിച്ചുകൊണ്ടൊക്കെ ഖുർആൻ പഠിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഖുർആനിന്റെ വിഷയത്തിൽ ഒരു പക്ഷേ നാം പഠിച്ചു വെച്ചത് തെറ്റാണെങ്കിൽ പിന്നീട് നമ്മൾ അത് തിരുത്തി വായിക്കുകയാണെങ്കിൽ അതുപോലെ തിരുത്തി പഠിക്കുവാൻ ഖുർആനിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ വിഷയത്തിൽ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖൽബി, പടച്ച റബ്ബേ ഈ ഖുർആൻ കൊണ്ട് എന്റെ ഹൃദയത്തെ നീ വസന്തമാക്കണേ റബ്ബേ. വ നൂറ സദ്രി, എന്റെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകണമേ റബ്ബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖുർആനുമായി ബന്ധമുള്ള ആളുകളാണ് ഈ ദുനിയാവിനെ അപേക്ഷിച്ച് മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും ഉത്തമരാകുന്ന ആളുകൾ ഖുർആനിന്റെ ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഖുർആൻ നമ്മളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഖുർആനിന്റെ ആളുകളായ ഈ ഉമ്മത്തിലെ ആളുകളായ നമ്മൾ എത്രമാത്രം ആ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ ഉമ്മത്തും പ്രവാചകന്റെ അടുക്കലേക്ക്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പരാതി പറയുന്ന ഒരു കാര്യം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്ന നമുക്ക് കാണാം. വഖാല റസൂലു യാ റബ്ബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഖാല റസൂലു യാ റബ്ബ്, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, പടച്ച റബ്ബേ എന്റെ ഖൗമ്, എന്റെ സമുദായം, എന്റെ ഉമ്മത്ത് ഈ ഖുർആനിനെ അവഗണിച്ചല്ല റബ്ബേ എന്നും അല്ലാഹുവിനോട് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയും എന്ന് ഖുർആനിലൂടെ സൂറത്ത് ഫുർഖാനിന്റെ 30-ാമത്തെ വചനങ്ങളിലൂടെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ പരാതി പറയുന്ന ആളുകളിൽ നമ്മൾ പെടുമോ? ഖുർആൻ ഓതാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത, ഖുർആനിന്റെ ആശയങ്ങളിലൂടെ കടന്നു പോകാത്ത ആളുകളായി നാം മാറുമോ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നവരാകണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ആകാശഭൂമികളുടെ ഈ സൃഷ്ടിപ്പും അതിലെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമാ, അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം യതഫക്കറൂൻ, അവരുടെ സുജൂദുകളിലും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും സുജൂദുകളിലുമെല്ലാം അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഉമ്മത്ത് ഖുർആനിനെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ആകാൻ പാടുള്ളതല്ല. എന്താണ് അവഗണന? ഒന്നാമത്തത്, ഖുർആൻ അതിന്റെ പാരായണം ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പാരായണം ചെയ്യുന്നില്ല, അവഗണനയാണ്. അല്ലാഹുവിന്റെ റസൂൽ 23 വർഷക്കാലം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ച ആ ഖുർആൻ, പ്രിയമുള്ളവരെ, അത് നമ്മൾ ഓതിയോ? അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയോ? മറ്റൊന്ന്, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഖുർആനിന്റെ അർത്ഥത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തത്, ആ ഖുർആൻ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. അല്ലാഹുവിന്റെ റസൂലിലേക്ക് അല്ലാഹുവിൽ നിന്നൊരു 10 ആയത്തുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ 10 ആയത്തുകൾ ആദ്യം സ്വഹാബികൾ പഠിക്കും. എന്നിട്ടോ ആ ആയത്തുകളിൽ എന്തെങ്കിലും തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം എന്ന് ആ 10 ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ഞങ്ങൾ ഒഴിവാക്കും. ആ 10 ആയത്തുകളിൽ എന്തൊക്കെ നന്മകൾ ജീവിതത്തിൽ പകർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ പകർത്തും. അങ്ങനെ ആ 10 ആയത്തുകൾ മുഴുവൻ ജീവിതത്തിലൂടെ ക്രമീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരാതെ അടുത്ത ഒരു 10 ആയത്തിലേക്ക് സ്വഹാബികൾ കടന്നിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മനോഹരമായ ഒരു ചരിത്രം നമുക്ക് കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
സഹാബികളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുഹ്താൻ ഔ ഇലാ അഖീഖ്. നിങ്ങൾ എല്ലാ ദിവസവും ബുഹ്താൻ അല്ലെങ്കിൽ അഖീഖ് താഴ്വരയിലേക്ക് നടന്നു പോകുകയും ആ വിദൂരത്തുള്ള താഴ്വരയിലേക്ക് മലകൾ താണ്ടി ആ താഴ്വരയിലേക്ക് നിങ്ങൾ എത്തുകയും എന്നിട്ടോ മിൻഹു ബിനാഖതൈൻ, അങ്ങനെ ആ താഴ്വരയിൽ നിങ്ങൾ എത്തുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ ദിവസവും 2 ഒട്ടകങ്ങളെ വെച്ച് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, റസൂലുള്ളാഹി ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ദിവസവും ആ 2 താഴ്വരയിലേക്ക് ഒരുപാട് നടന്നിട്ടാണെങ്കിലും ഓരോ ദിവസവും അവിടെ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ 2 ഒട്ടകങ്ങളെ വീതം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബികളൊക്കെ പറഞ്ഞത്, അതെ റസൂലേ, ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആ ഒട്ടകത്തെ കിട്ടണമെന്ന്. അതെത്ര നടന്നാലും കുഴപ്പമില്ല, അത് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ യഗ്ദു അഹദുകും ഇലൽ മസ്ജിദ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പള്ളിയിലേക്ക് പോകുകയും ഫയതഅല്ലമ ഔ യഖറഉ ആയതൈൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് 2 ആയത്തുകൾ അവൻ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ 2 ആയത്തുകൾ അവൻ പഠിച്ചാൽ ആ ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ അവന് വലുത്, അവന് നല്ലത് ആ 2 ആയത്തുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പഠിപ്പിക്കുകയാണ്. ഖൈറുൽ ലഹു മിൻ നാഖതൈൻ, ആ 2 ഒട്ടകത്തേക്കാൾ നിങ്ങൾക്ക് നല്ലത് പള്ളിയിലേക്കൊന്നു പോയി വിദൂരത്തുള്ള താഴ്വരയിലേക്ക് പോകേണ്ടതില്ല, അടുത്തുള്ള പള്ളികളിലേക്കൊന്നു പോയി ഖുർആൻ ഒന്ന് തുറന്ന് അതിൽ നിന്ന് 2 ആയത്ത് ഓതി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വസലാസുന ഖൈറുൽ ലഹു മിൻ സലാസിൻ, 3-നേക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ 3 ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്നതിനേക്കാൾ നല്ലത് പള്ളിയിലേക്ക് പോയി ഖുർആനിൽ നിന്ന് 3 ആയത്തുകൾ ഓതുന്നതാണ്. വഅർബഉൻ ഖൈറുൽ ലഹു മിൻ അർബഇൻ, 4 ഉത്തമമായ ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറുള്ളത് 4 ആയത്തുകൾ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഖുർആനുമായി ബന്ധമുള്ള ആളുകൾ അവരാണ് ഏറ്റവും ഉത്തമർ എന്ന് മനസ്സിലാക്കുകയും ആ ഉത്തമരിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് ഖുർആനിലൂടെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും ഒക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് ഉത്തമമായ സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാം, ഇന്ന മിന ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, അഫ്ളു ഫിൽ മീസാൻ ഖുലുഖുൻ ഹസൻ, നാളെ പരലോകത്ത് മീസാനിൽ തുലാസിൽ ഏറ്റവും അധികം ഖനം തൂങ്ങുന്നത് ഖുലുഖുൻ ഹസനുൻ, അത് സൽസ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സൽസ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ അത് വിശദീകരിച്ചു തരുന്നുണ്ട്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂലുള്ളാഹിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. റസൂലിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു. റസൂലിന്റെ സംസാരം അത് ഖുർആനായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം സംസാരിച്ച് അല്ലാഹു കൽപ്പിച്ച രൂപത്തിലൂടെ ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് സൽസ്വഭാവത്തിന്റെ ഏറ്റവും നല്ല ഉപമയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് ഖുർആനിൽ റസൂലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അല്ലേ? ആ റസൂലിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് റസൂലിന്റെ സ്വഭാവത്തെ കുറിച്ച്. അതുകൊണ്ട് സ്വഭാവം നന്നാക്കണം. സ്വഭാവത്തിൽ മറ്റുള്ള ആളുകളോടൊന്ന് ആത്മാർത്ഥമായി പുഞ്ചിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളുടെ സംസാരങ്ങൾ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം,
നിങ്ങൾ ഏറ്റവും നല്ല സംസാരം നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ മറ്റുള്ള ആളുകളോട് ദയയുള്ളവരായി നിങ്ങൾ മാറണം. ഇണയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. മക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കണം. അങ്ങനെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവരാണ് ഏറ്റവും വലിയ ഉത്തമൻ, സ്ട്രോങ് ആയ ആൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പല സാഹചര്യത്തിലും മനഃപൂർവ്വം മൗനം പാലിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ദേഷ്യം നമുക്ക് വരുന്നുണ്ടായിരിക്കാം, അല്ലെ? മറ്റുള്ള ആളുകൾ കുത്തുവാക്ക് പറയുന്നുണ്ടായിരിക്കാം, നമ്മളുടെ ഭാഗത്തായിരിക്കാം ശരി. എങ്കിൽ പോലും മൗനം പാലിച്ചുകൊണ്ട്, ഒരു ഹിക്മത്ത് പാലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോരുവാൻ, ക്ഷമയും വിട്ടുവീഴ്ചയും കാണിച്ചുകൊണ്ട്, അനാവശ്യമായി ധൃതി പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാതെ, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ അൽ ഇൽമു വൽ അനാത്ത്, രണ്ട് സ്വഭാവങ്ങൾ. ഇൽമ സഹനശീലരായി മാറുക, അനാത്ത് അക്ഷമരാകാത്ത ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുക. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, മാപ്പ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സൽസ്വഭാവികളായ ആളുകളെ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഏറെ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് കാണാം. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, പടച്ച റബ്ബേ, നീ എന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ളവനായിട്ടാണ് എന്നെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഫഅഹ്സിനു ഖുലുഖി, എന്റെ സ്വഭാവത്തെയും നീ അതുപോലെ ഭംഗിയുള്ളതാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകണം. അങ്ങനെ സ്വഭാവം നന്നാക്കുന്നതിലൂടെ നമ്മൾക്ക് ഉത്തമരായി മാറുവാൻ സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് നമ്മളുടെ ഇടപാടുകളാണ്. കൃത്യമായ ഇടപാടുകൾ, സാമ്പത്തികമായ ഇടപാടുകൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്ന് കടം വാങ്ങി. ആ കടം വാങ്ങിയ മുതൽ ഒരു ഒട്ടകത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയത്. ആ കടം വാങ്ങിയതിനെ തിരിച്ചു ചോദിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ റസൂലുള്ളാഹി അടുക്കലേക്ക് വന്നു. ആ സമയത്ത് റസൂലിന്റെ അടുക്കൽ ആ ഒട്ടകമില്ല, തിരിച്ചു നൽകുവാനുള്ളതില്ല. ആ സമയത്ത് അദ്ദേഹം ഒരൽപ്പം പരുഷമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറി. സ്വഹാബികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കുക. കാരണം അവകാശമുള്ളവന് സംസാരിക്കുവാൻ അവകാശമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, ഇഷ്തറൂ ലഹു സിന്നൻ, നിങ്ങൾ ഒരൊട്ടകത്തെ നിങ്ങൾ വാങ്ങണം. അങ്ങനെ റസൂലിന് വേണ്ടി ഒട്ടകത്തെ വാങ്ങുവാൻ വേണ്ടി സ്വഹാബികളെ അയക്കുകയാണ്. സ്വഹാബികൾ എല്ലായിടങ്ങളിലും തിരഞ്ഞു, ഒട്ടകത്തെ തിരഞ്ഞു. തിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന ലാ നജിദു, അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ കണ്ടില്ല, സിന്നൻ ഇലാ സിന്നൻ ഹി അഫ്ളലു മിൻ സിന്നിഹി, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ കടം വാങ്ങിയ ഒട്ടകം അത് ചെറിയ പ്രായമുള്ള വില കുറഞ്ഞ ഒട്ടകത്തെയാണ് താങ്കൾ കടം വാങ്ങിയത്. പക്ഷേ അങ്ങാടിയിലും മാർക്കറ്റിലുമെല്ലാം അങ്ങനെ ഒരു ഒട്ടകത്തെ കാണാനില്ല. മറിച്ച് വില കൂടിയ, പ്രായം കൂടിയ, അതിനേക്കാൾ മൂല്യമുള്ള ഒട്ടകങ്ങളാണ് അങ്ങാടിയിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഫശ്തറൂഹ, അതുകൊണ്ട് മൂല്യമുള്ള ഒട്ടകത്തെ നിങ്ങൾ വാങ്ങുക. എന്നിട്ടോ അദ്ദേഹത്തിന് ആ മൂല്യമുള്ള ഒട്ടകത്തെ നിങ്ങൾ കൊടുത്തുകൊള്ളുക. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. കാരണം കടം വാങ്ങിയ ആ ഒട്ടകം എത്രയോ മൂല്യം കുറഞ്ഞതാണ്. റസൂലുള്ളാഹി തിരിച്ചു കൊടുക്കാൻ പറയുന്നത് അത് അന്ന് കിട്ടുവാനുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വിലയുള്ള, മൂല്യമുള്ള, പ്രായമുള്ള ഒട്ടകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് തിരിച്ചു കൊടുക്കാൻ പറയാണ്. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അധ്യാപനം അവിടെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. ഫഇന്ന മിൻ ഖൈരികും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആളുകൾ അഹ്സനുകും ഖദാഅൻ, കടം വീട്ടുന്ന സമയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ കടം വീട്ടുന്നവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ വിഷയത്തിലും ഉത്തമരായി മാറുവാൻ, കൃത്യമായി സമയത്ത് വീട്ടുവാൻ. ഇനി നമ്മൾ കൊടുത്ത വ്യക്തിക്ക് പ്രയാസമാണെങ്കിൽ ആ അവധി നീട്ടിക്കൊടുക്കുവാൻ, ധനം കയ്യിലുണ്ടായിട്ടും കടം വീട്ടാതിരിക്കുക എന്നുള്ളത് വളരെ മോശമാണ് എന്നൊക്കെ നമുക്ക് അധ്യാപനങ്ങളിൽ നിന്ന് കാണാം. അതുകൊണ്ട് ആ സാമ്പത്തിക വിഷയത്തിലൊക്കെ ഉത്തമരായി കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് ഗുണകാംക്ഷയുള്ളവരായി നമ്മൾ മാറുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ അടുക്കലേക്ക് ഇങ്ങനെ വന്നു. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരാരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ മോശം ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരാരാണ്, മോശമായ ആളുകൾ ആരാണ് എന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരാരാണ്, മോശമായ ആളുകൾ ആരാണ് എന്ന് പറഞ്ഞു തരട്ടെ. സലാസൻ 3 പ്രാവശ്യം ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. സ്വഹാബികളൊക്കെ നിശബ്ദരായി. സ്വഹാബികൾ പറഞ്ഞു, റസൂലേ പറഞ്ഞു തരണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖാല ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ മൻ യുർജാ ഖൈറഹു വയുഅ്മനു ശർറഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് അവരുടെ നന്മകൾ മറ്റുള്ള ആളുകൾ പ്രതീക്ഷിക്കുകയും അവരുടെ തിന്മയിൽ നിന്ന് എല്ലാവിധത്തിലും നിർഭയത്വം കിട്ടിയ ആളുകളുമാണ്. എന്താണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ ഉണ്ടാകും. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളായി മാറുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ നമ്മളുടെ കൂടെയുള്ളത് നമുക്ക് സമാധാനമാണ്. അവരുടെ ഒരു വാക്ക് നമുക്ക് സമാധാനമാണ്. അവരുടെ കൂടെ സംസാരിക്കുവാൻ നമുക്ക് ഇഷ്ടമാണ്. കാരണം അത്രയും നല്ല മധുരമുള്ള വാക്കുകളാണ്. അവരുടെ കൂടെ പോകുന്നത്, സംസാരിക്കുന്നത്, കൂടെ ഇരിക്കുന്നത്, അവരിൽ നിന്ന് വരുന്ന നന്മകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, ഇഷ്ടത്തോടുകൂടി പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ തിന്മകളോ അതിൽ നിന്ന് നമുക്ക് യാതൊരു ഭയമില്ല, നമുക്ക് പേടില്ല. കാരണം എന്താ? ആ വ്യക്തി ചതിക്കുകയില്ല, ആ വ്യക്തി നുണ പറയുകയില്ല, അവൻ അവന്റെ ജീവിതത്തിൽ നമ്മളെ യാതൊരു തരത്തിലും പ്രയാസപ്പെടുത്തുകയില്ല, വാക്കാലോ പ്രവർത്തിയാലോ. അങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ നന്മ മറ്റുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുകയും അവന്റെ തിന്മയിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള പേടി ഒരാളും പേടിക്കേണ്ടതുമില്ല. അങ്ങനത്തെ ആളുകൾ അവരാണ് ഏറ്റവും ഖൈറായ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശർറുക്കും, അതുപോലെ നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മൻ ലാ യുർജാ ഖൈറഹു വലാ യുഅ്മനു ശർറഹു. അവനിൽ നിന്ന് ആളുകൾ യാതൊരു ഖൈറു പ്രതീക്ഷിക്കുന്നില്ല, അവന്റെ അടുക്കലേക്ക് പോകാൻ ഇഷ്ടമില്ല. പറയുന്നത് കളവാണ്, നിലപാടുകൾ കളവാണ്, സംസാരിച്ചാൽ കളവാണ്, അവന്റെ ആശയങ്ങൾ മോശമാണ്, അവന്റെ സംസാരം മോശമാണ്. എല്ലാ വിധത്തിലും ആർക്കും അങ്ങോട്ട് അടുക്കാൻ ഒരിഷ്ടവുമില്ല. അതുകൊണ്ട് തന്നെ നന്മ അവരിൽ നിന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇനി തിന്മയുടെ വിഷയത്തിലോ നിർഭയത്വമല്ല, പേടിയാണ്. ചതിച്ചേക്കാം, ധനം കൊണ്ടുപോയേക്കാം, എല്ലാ വിഷയത്തിലും പേടിയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളായി മാറാതെ ഏറ്റവും നല്ല ഗുണകാംക്ഷയുള്ള ആളുകളായി നാം മാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ, ഗുണകാംക്ഷയുള്ള ആളുകളാണ്. ആ കൂട്ടത്തിൽ നമുക്കായി മാറുവാൻ സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മൂല്യമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഖൈറുക്കും ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ, ഏറ്റവും നല്ല ആളുകൾ ലിഅഹ്ലിഹി, അവരുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകളാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുടുംബത്തോട്, തന്റെ ഉമ്മയോട്, തന്റെ ഉപ്പയോട്, തന്റെ സഹോദരനോട്, തന്റെ സഹോദരിയോട്, മക്കളോട്, ഇണയോട്, അയൽക്കാരോട്, മറ്റുള്ള ബന്ധുമിത്രാദികളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകൾ അവരാണ് ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ 5 കാര്യങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി ഉത്തമരിൽ ഉത്തമരായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദുനിയാവിൽ ഒരുപാട് പദവികൾ ഉണ്ടെങ്കിലും നമുക്ക് യഥാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ, ഉത്തമരാകണമെങ്കിൽ ഒന്നാമത്തേത് ഖുർആൻ നമ്മളുടെ കൂടെ ഉണ്ടാകണം. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഖുർആനിനേക്കാൾ വലുത് നമുക്കൊന്നും കിട്ടുവാനില്ല.
അതുകൊണ്ട് ഖുർആനുമായി നമ്മൾ ബന്ധം ചേർക്കണം. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരാതിയിൽ നമ്മൾ പെട്ടുപോകരുത്. നമുക്ക് ഇന്ന് തന്നെ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഓതുവാൻ, ഖുർആനുമായി അടുക്കുവാൻ, അതിന്റെ ആശയത്തിലേക്ക് പോകുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളായി മാറുവാൻ, ദേഷ്യത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് സംസാരം ഒന്ന് നിരീക്ഷിക്കുക. എന്റെ വായിൽ നിന്ന് വരുന്നത് നല്ലതാണോ, എന്റെ സംസാരം നല്ലതാണോ, ഞാൻ ഇടപഴകുന്ന സാഹചര്യങ്ങൾ നല്ലതാണോ, അങ്ങനെ സ്വഭാവത്തെ നന്നാക്കിക്കൊണ്ട് അങ്ങനെ നമ്മളുടെ ഇടപെടലുകൾ, സാമ്പത്തികമായി മറ്റുള്ള ഇടപെടലുകളുമൊക്കെ നന്നാക്കി ഗുണകാംക്ഷയുള്ള വ്യക്തികളായി, അത് സമൂഹത്തോടും കുടുംബത്തോടും മറ്റുള്ള എല്ലാ ആളുകളോടും ഗുണകാംക്ഷയുള്ള ആളുകളായി കൊണ്ട് മുന്നോട്ട് പോയി മരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്ത, രഹസ്യമായും പരസ്യമായും ചെയ്ത ഒരുപാട് തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളിൽ നിന്ന് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, അവരുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ 6 അടി മണ്ണിൽ കിടക്കേണ്ടവരാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെ മരണം ഏറ്റവും എളുപ്പമുള്ള മരണം, സ്വാലിഹായ ഒരു മരണം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ പ്രയാസമുള്ളവർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കൾ, അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മൾക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, ഉപ്പ ഉമ്മമാർ, ശാരീരികമായും മാനസികമായും കടബാധ്യതകളാലും ദാമ്പത്തികമായും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ, അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഏറ്റവും ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന